ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും SajuS ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കനം കുറഞ്ഞ ലെയറുകളുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള പപ്സ് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി ടൈമിൽ നമ്മളിത് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പോഴായാലും ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മാവിരിക്കുന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴയ്ക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ മാവ് സോഫ്റ്റ് ആവുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് മാവ് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചിരിക്കുകയാണ്. ഇതുവരെ നമ്മളിതിലേക്ക് ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഓയിൽ നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഓയിലൊക്കെ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മളിത് അങ്ങനെ അധിക സമയമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണില്ല. നമ്മളിതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ടൈം മാത്രമാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവ് ഒന്ന് സ്മൂത്താക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുകളിലും താഴെയും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് നമ്മുടെ മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടൈം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇനിയിപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 2 പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്ക് ചേർക്കാം. 1 തണ്ട് കറിവേപ്പില ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അരിയാട്ടോ. ഇപ്പോൾ നീളത്തിൽ അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി അതൊന്ന് വാടി കിട്ടുന്ന സമയം കൊണ്ട് നമുക്കൊരു മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർക്കരുത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങനെ കളറ് മാറേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ മസാല ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 സ്പൂണ് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ പപ്സിലുള്ള ആ ഒരു മസാലയുടെ സ്മെല്ല് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്.
അപ്പം നമ്മൾ അധിക സമയമൊന്നും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ല, വെറും 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നാൽ പോലും വളരെ സോഫ്റ്റായിട്ടാണത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ബോൾസാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ബോൾസാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പപ്സും ഒരേ വലുപ്പത്തിൽ തന്നെ കിട്ടും. ഇപ്പോൾ 2 കപ്പ് പൊടി കൊണ്ട് എനിക്ക് 6 ബോൾസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണിത് പരത്തിയെടുക്കുന്നത്. വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം. അതുകൊണ്ട് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതുപോലെ ഒരു കുഴൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. എത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ച് തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കയ്യിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ഇപ്പോൾ തന്നെ ഇതിൽ 4 ലെയർ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര ലെയറാണോ വേണ്ടുന്നത് അത്രയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എത്രത്തോളം കഴിയും അത്രയും നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ മടക്കിയിട്ട് നമ്മുടെ മസാല വെച്ചിട്ട് ഒരു മുട്ടയുടെ പകുതി വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ മടക്കിയെടുക്കാം. ഇപ്പോൾ പപ്സിന് അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആ ടേസ്റ്റും ലെയറുകളൊക്കെയാണ് കാര്യമായിട്ടുള്ളൂ. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ 4 എണ്ണത്തിൽ മാത്രമാണ് ഞാൻ മുട്ട വെച്ചിട്ടുള്ളൂ. 2 എണ്ണം വെറും മസാല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പപ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അതിന് മുമ്പ് നമുക്കിതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അത് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ക്രിസ്പിനെസ്സൊക്കെ വരികയും ചെയ്യും. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് മുട്ട തേച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ ആവുന്ന രീതിക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടും. നമുക്കൊരു 15 മിനിറ്റൊക്കെ മാത്രം മതിയാവും ഇതെല്ലാം കൂടി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ സൈഡും ഒരുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല ലെയറുകളുള്ള, കനം കുറഞ്ഞ ലെയറുകളുള്ള, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലൊക്കെയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ ലെയറുകളൊക്കെ വന്നിരിക്കുന്നത്. നമ്മൾ 8 ലെയർ വെച്ചിട്ടുണ്ട്. ആ 8 ലെയറും നന്നായിട്ട് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ല ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അതിനേക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റാണ് ഇത് എന്നാണ് തോന്നുന്നത്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇനി ആരും പുറത്തുനിന്നൊന്നും വാങ്ങണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെയൊക്കെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു, ബൈ.